ഹായ് ഫ്രണ്ട്സ്, എനിക്ക് നല്ല ജലദോഷവും പനിയാണ്. അപ്പോൾ എനിക്ക് ആവി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഇത് ആവി പിടിക്കുന്ന പാത്രമാണ്. അപ്പം നമ്മുടെ താഴത്തെ തൊടിയിൽ, നമ്മുടെയല്ല വെള്ളവരുടെയാണ്, അവിടുത്തെ താഴത്തെ തൊടിയിൽ പോയി ശകലം പനിക്കൂർക്കയിലയും തുളസിയും കൂടെ പറിക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ വീട്ടിൽ ഇനി വല്ല ആൾക്കാരും ഉണ്ടോ നോക്കിയിട്ട് വേണം പോകാൻ. കട്ട് പറിക്കാൻ പോകുന്ന കേട്ടോ, ആരും അറിയണ്ട. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ റബ്ബറൊക്കെ നിൽക്കുന്നതുകൊണ്ട് തുളസിയും പനിക്കൂർക്കലൊന്നും കിളുക്കുവരാം. അത് കാരണം അവരുടെ തൊടിയിൽ പോയിട്ട് ഞാൻ പനിക്കൂർക്കയിലെയും തുളസിയിലെയും പറിച്ചുകൊണ്ട് വരാവേ. അവരവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയുണ്ട്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ വന്ന് എന്നിട്ട് നമ്മളിവിടെ വന്നു. ഇതിനകത്ത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എടുത്തതിനകത്തോട്ട് നമ്മൾ ഈ ഇലയും പനിക്കൂർക്കലയും കൂടി ഇട്ടിങ്ങനെ അതിൻ്റെ ഗ്രേവി മൊത്തം ഇതിനകത്ത് ആക്കണം. അതിന് നല്ല സ്മെല്ലാണ്. പക്ഷേ കറണ്ടേക്കുമ്പോൾ എങ്ങനെയാവും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് രണ്ടും കളിപ്പിച്ച് നോക്കാം. നല്ലപോലെ തുളസിയും ഇതും കൂടെ നേടുന്ന സ്മെല്ല് നല്ല സ്മെല്ലാണ്. എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ല കേട്ടോ, ക്ഷമിക്കണം. മേലാത്തപ്പം നമുക്ക് ഒരുങ്ങാൻ പറ്റില്ലല്ലോ. നമ്മൾ നല്ല പോലെ, എനിക്കെപ്പോഴും ഒറിജിനാലിറ്റിയാണ് ഇഷ്ടം കേട്ടോ. അത് ഞെരടി നന്നായിട്ട് അതിൻ്റെ ഗ്രേവി, അതിൻ്റെ ആ സാധനങ്ങളെല്ലാം എടുത്ത് കളയണം. നമുക്ക് വേണേൽ ഇതൊന്ന് അരിച്ചെടുക്കാം അല്ലേ. ഇത് പനിക്കൂർക്കയുടെ ഇലയും തുളസിയും കൂടെ ഞെരടിയ വെള്ളമാണ്. ഞാനിത് അരിച്ചെടുത്തു കേട്ടോ, കാരണം ഇതിനകത്ത് വല്ലതും കിടന്നിട്ട് ഇത് പൊട്ടിക്കറക്കേണ്ടല്ലോ. മുടിയൊക്കെ അങ്ങ് ഡള്ളായിട്ടിരിക്കുന്നു. കിടക്കുമായിരുന്നു, കിടന്നിട്ട് എഴുന്നേറ്റ് വന്നപ്പം എല്ലാം കുളമായി. സാറില്ല, പിന്നീടോട്ടല്ലേ. ഇരിക്കട്ടെ അല്ലേ. അപ്പം മേലാളിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒരുങ്ങാനൊക്കെ പറ്റും അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് അടയ്ക്കണം. ഇത് നമ്മൾ ആവി പിടിക്കാനകത്ത് ഒന്നും വിടാൻ പാടില്ലെന്നാ. പക്ഷെ ഞാനിത് എനിക്ക് സൗന്ദര്യം പോരല്ലോ, ഗ്ലാമറില്ല. എന്നാലും നമ്മൾ വീഡിയോയുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഗ്ലാമർ വേണ്ടേ. എൻ്റെ മുടിയൊക്കെ അങ്ങോട്ട് കെട്ടിയൊക്കെ വെച്ചു നല്ല സുന്ദരിയായിട്ടായിരിക്കണം കേട്ടോ. പനിയാന്ന് പറഞ്ഞാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേ. നല്ല ചൂടുണ്ട്. അപ്പം ഇതിനകത്ത് പനിക്കൂർക്കയിലയും തുളസിയും കൂടെ ഞെടിയതാണ്. നമുക്കിനി കുത്തി നോക്കാം, ഇത് പോവോ ഇല്ലയോ എന്ന് നോക്കാം കേട്ടോ. ഈശ്വര, പേടിയുണ്ടേ. ഞാനിവിടെ ഇത് കുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് സ്വിച്ച് ഞാൻ ഓണാക്കുക. സ്വിച്ച് ഓണാക്കി ലൈറ്റ് കത്തി. ഇനിയിപ്പോൾ ഇവിടെ എന്ത് പ്രവർത്തനം നടക്കാൻ നമുക്ക് നോക്കാം. ആവി വരുന്നുണ്ട് കേട്ടോ, ഇതുണ്ടോ ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പൊട്ടി ചേർക്കോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. കൊച്ചു ദേ കുപ്പിക്കകത്ത് ചുമക്കുള്ള മരുന്നൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ആവിയൊക്കെ